Dear students, today we are going to discuss a new concept in matrix, that is rank of a matrix. What do you mean by rank of a matrix? Rank of a matrix simply refers to number of rows or number of columns, whichever is less, subject to the matrix must be a non-zero matrix and the determinant value must be a non-zero value. ഓക്കെ, ഇതാണ് മെട്രിക്സിൻ്റെ റാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഒരു മെട്രിക്സിലുള്ള റോയുടെ എണ്ണം, കോളത്തിൻ്റെ എണ്ണം, ഇതിൽ ഏതാണോ കുറവ്, ആ കുറവുള്ള നമ്പറിനെയാണ് ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് വിളിക്കുന്നത്. പക്ഷേ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? മെട്രിക്സ് മസ്റ്റ് ബി എ നോൺ സീറോ മെട്രിക്സ്. മെട്രിക്സ് നോൺ സീറോ മെട്രിക്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ നോൺ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു മെട്രിക്സിലുള്ള എല്ലാ എലിമെൻസും സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ സീറോ മെട്രിക്സ് എന്നാ വിളിക്കുക. അങ്ങനെ ആവാൻ പാടില്ല. മറ്റൊരു കണ്ടീഷൻ, ദി ഡിറ്റർമിനന്റ് വാല്യൂ മസ്റ്റ് ബി എ നോൺ സീറോ വാല്യൂ. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് സീറോ അല്ലാത്ത ഒരു വാല്യൂ ആയിരിക്കണം. പോസിറ്റീവോ നെഗറ്റീവോ ആയ സീറോ അല്ലാത്ത ഒരു വാല്യൂ ആയിരിക്കണം. അങ്ങനെ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ആ ഒരു മെട്രിക്സിലെ കോളൻ നമ്പറോ റോ നമ്പറോ ഏതാണോ കുറവ്, ആ കുറവുള്ള നമ്പർ, അതിനെയാണ്, ആ നമ്പറാണ് മെട്രിക്സിൻ്റെ റാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ കണ്ടുപിടിക്കുന്ന കോളൻ നമ്പറോ റോ നമ്പറോ വിച്ചെവർ ഈസ് ലെസ് എന്ന് പറഞ്ഞല്ലോ, ആ നമ്പറിനെയാണ് മെട്രിക്സിൻ്റെ മാക്സിമം റാങ്കാണ്. ഉദാഹരണമായി ഒരു മെട്രിക്സിൽ 4 കോളവും 4 റോയുമാണുള്ളതെന്ന് വിചാരിക്കുക. ആ 4 റോയും 4 കോളവും ഉള്ള മെട്രിക്സ് ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ഒരു നോൺ സീറോ വാല്യൂ കിട്ടുകയും ചെയ്തു. എങ്കിൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 4 ആണ്, 4 ആണ്. ഓക്കെ, ഈ 4 എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ മാക്സിമം റാങ്ക് ആണ്. ഓക്കെ, ചിലപ്പോൾ ആ 4 ആയിക്കൊള്ളണമെന്നില്ല, അത് കുറഞ്ഞു 3, 2, 1 വരെ മെട്രിക്സിൻ്റെ റാങ്ക് എത്താം. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് 1-നും അതേപോലെ ഈ റോ നമ്പർ ഓർ കോളൻ നമ്പർ വിച്ചെവർ ഈസ് ലെസ് എന്ന് പറഞ്ഞ ആ മാക്സിമം റാങ്കിനും ഇടയിലുള്ള ഒരു റാങ്ക് ആയിരിക്കണം. അതുവരെ 1 മുതൽ ആ കോളൻ നമ്പർ ഓർ റോ നമ്പർ വിച്ചെവർ ഈസ് ലെസ് എന്ന് പറയുന്ന നമ്പർ വരെ ആവാം ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാങ്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ മെട്രിക്സിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. ആ പ്രൊസീജിയർ എന്താണ്? മെട്രിക്സിനെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം, അതേപോലെ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സിലുള്ള റോ നമ്പറും കോളൻ നമ്പറും സെയിം ആണെങ്കിൽ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും, വ്യത്യസ്തമാണെങ്കിൽ അതിനെ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഈ രണ്ട് കേസിലും റാങ്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് റാങ്ക് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്ന ആ പ്രൊസീജിയറിൽ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ഫൈൻഡ് ദി ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് ദി ഗിവൺ മെട്രിക്സ്. തന്നിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് ഉണ്ടല്ലോ, തന്നിട്ടുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സീറോ, ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അത് സീറോ അല്ല, നോൺ സീറോ വാല്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് മെട്രിക്സ് ആണ്. അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ആ മെട്രിക്സിലുള്ള സ്ക്വയർ മെട്രിക്സിലുള്ള റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കുമല്ലോ. ആ നമ്പറിനെയാണ് ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് മെട്രിക്സ് തന്നെയായിരിക്കും. ഉദാഹരണമായി 3 റോയും 3 കോളവും ഉള്ള ഒരു മെട്രിക്സ്. ഓക്കെ, ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അത് സീറോ അല്ലാത്ത ഒരു വാല്യൂ കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 തന്നെയാണ്. അതായത് ഓർഡർ ഓഫ് മെട്രിക്സ് ആയ 3 തന്നെയാണ്. ഓക്കെ, ഇനി ഇഫ് ഇറ്റ് ഈസ് സീറോ, ആ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ 0 ആണെന്ന് വിചാരിക്കുക. 0 ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് ഓർഡറിന് തുല്യമല്ല. ഓർഡറായ, അതായത് 3ക്ക് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ റാങ്ക് എന്ന് പറയുന്നത് 3 അല്ല.
ഓക്കെ, അതിനേക്കാളും കുറഞ്ഞ 2ഓ 1ഓ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് 2ഓ 1ഓ അതിലേതാണ് ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് 4th സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഡെവലപ്പ് all the next lower order matrices and find the determinant value of each. നമ്മളിപ്പോൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നത് തേർഡ് ഓർഡർ മെട്രിക്സ് 3 റോയും 3 കോളോ ആണുള്ളത്. അങ്ങനെയുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അത് 0 ആയി മാറി. അതുകൊണ്ട് നമുക്ക് ആ മെട്രിക്സിൻ്റെ റാങ്ക് 3 അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് വരിക? 2ഓ 1ഓ ആയിരിക്കുമല്ലോ. അത് കണ്ടുപിടിക്കണമല്ലോ. അതിനു വേണ്ടി നമ്മൾ തേർഡ് ഓർഡർ മെട്രിക്സിൽ നിന്നും ഡെവലപ്പ് ഓൾ ദി നെക്സ്റ്റ് ലോവർ ഓർഡർ മെട്രിസസ്, അതായത് തേർഡ് ഓർഡർ മെട്രിക്സിൽ നിന്ന് തൊട്ടടുത്ത ലോവർ ഓർഡർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ മെട്രിസസ് ഡെവലപ്പ് ചെയ്യണം. സെക്കൻഡ് ഓർഡർ മെട്രിസസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് ഓരോന്നിൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതിലേതെങ്കിലും ഒന്നിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോൺ സീറോ വാല്യൂ ആണ് എങ്കിൽ നമുക്ക് പറയാം ആ മെട്രിക്സിൻ്റെ റാങ്ക് 2 ആണ്. ഓക്കെ, ഇനി എല്ലാ സെക്കൻഡ് ഓർഡർ മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ എല്ലാറ്റിൻ്റെയും 0 ആണ് ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പറയും ആ മെട്രിക്സിൻ്റെ ആ മെട്രിക്സിൻ്റെ റാങ്ക് 2 അല്ല, 2ലും താഴെയുള്ള 1 ആണെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി വേറെ കണ്ടുപിടിക്കുകയൊന്നും വേണ്ട. 2 അല്ല എങ്കിൽ റാങ്ക് തൊട്ടടുത്ത താഴെയുള്ള റാങ്കായ 1 ആയിരിക്കും. മനസ്സിലായ? ഈ പ്രൊസീജിയർ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഏതുവരെ? റാങ്ക് 1 വരെ എത്തുന്നത് വരെ തുടർന്നു കൊണ്ടേയിരിക്കുക. ഓക്കെ, ഇതാണ് സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി റാങ്ക് ഓഫ് മെട്രിക്സ് 5 2 1 0 1 3 2 1 0. ഓക്കെ, എന്തായിരുന്നു ഫസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഇവിടെ തന്നിട്ടുള്ള മെട്രിക്സ് ഉണ്ടല്ലോ, അതൊരു നോൺ സീറോ മെട്രിക്സ് ആണ്. ശരിയല്ലേ? ഈ മെട്രിക്സിനകത്തുള്ള എല്ലാ എലിമെൻസും 0 ആണെങ്കിലാണ് അതിനെ സീറോ മെട്രിക്സ് എന്ന് പറയുക. ഇവിടെ എല്ലാ എലിമെൻസും 0 അല്ല, അതുകൊണ്ട് ഇതിൽ നോൺ സീറോ മെട്രിക്സ് ആണ്. ഒരു കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തല്ലോ. പിന്നെ എന്താണ് മറ്റൊരു കണ്ടീഷൻ? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ച് നോക്കൂ. ഡിറ്റർമിനൻ്റ് 5 2 1 0 1 3 2 1 0 കണ്ടുപിടിച്ചപ്പോൾ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? -5 ആണ് കിട്ടിയിരിക്കുന്നത്. -5 എന്ന് പറഞ്ഞാൽ 0 അല്ലല്ലോ, ഒരു നോൺ സീറോ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 അല്ല, നോൺ സീറോ വാല്യൂ ആയിട്ടുള്ള നോൺ സീറോ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ്? ഓർഡറിന് തുല്യമാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആണ്? തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആണ്. തേർഡ് ഓർഡർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 3 റോയും 3 കോളവും തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ 3 ആണ് ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? റാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയോ? റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു നോൺ സീറോ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അതൊരു നോൺ സീറോ വാല്യൂ ആയിരിക്കുക. ഇത് നോൺ സീറോ മെട്രിക്സ് ആണ്, ഡിറ്റർമിനൻ്റ് വാല്യൂ നോൺ സീറോ വാല്യൂ ആണ്. അങ്ങനെയുള്ള ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഓർഡറിന് തുല്യമാണ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തേർഡ് ഓർഡർ മെട്രിക്സ് ആണ്, 3 ആണ്. ഇപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി റാങ്ക് ഓഫ് മെട്രിക്സ് 2 3 1 2 0 1 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മെട്രിക്സ് ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്. ഇനി നമുക്കറിയേണ്ടത് എന്താ? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ച് നോക്കൂ. കണ്ടുപിടിച്ചപ്പോൾ -15 കിട്ടി. -15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു നോൺ സീറോ വാല്യൂ ആണല്ലോ. അപ്പോൾ നോൺ സീറോ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോൺ സീറോ വാല്യൂ. അതുകൊണ്ട് ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡറിന് തുല്യമാണ്. സ്ക്വയർ മെട്രിക്സ് ഏതാണ്? തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് റാങ്ക് 3 ആണ്. ക്ലിയർ? ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി റാങ്ക് ഓഫ് ദി മെട്രിക്സ്
1 2 3 3 6 9 2 4 6. ഓക്കെ, ഈ മെട്രിക്സ് ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്. ആദ്യത്തെ കണ്ടീഷൻ അതാണ്, നോൺ സീറോ മെട്രിക്സ്, അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. കണ്ടുപിടിച്ചപ്പോൾ 0 കിട്ടി. ക്ലിയർ? അപ്പോൾ ഇവിടെ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഓർഡറായ 3ക്ക് തുല്യമല്ല. ഓക്കെ, അപ്പോൾ ദി റാങ്ക് ഓഫ് മെട്രിക്സ് ഈസ് നോട്ട് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ്. മീൻസ് ദി റാങ്ക് ഓഫ് ദി മെട്രിക്സ് ഈസ് നോട്ട് 3. 3 അല്ല ഈ മെട്രിക്സിൻ്റെ റാങ്ക്. അപ്പോൾ 3 അല്ല, അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള 2ഓ 1ഓ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് 2ഓ 1ഓ ഏതാണ് എന്ന് തീരുമാനിക്കണം. അതിനെന്താ ചെയ്യുക? ഈ മെട്രിക്സിൽ നിന്നും, ഇത് തേർഡ് ഓർഡർ മെട്രിക്സ് ആണ്, 3 റോയും 3 കോളവും ഉള്ള തേർഡ് ഓർഡർ മെട്രിക്സ് ആണ്. ഇതിൽ നിന്ന് നെക്സ്റ്റ് ലോവർ ഓർഡർ മെട്രീസസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം. നെക്സ്റ്റ് ലോവർ ഓർഡർ മെട്രീസസ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള സ്ക്വയർ മെട്രീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തേർഡ് ഓർഡർ മെട്രിക്സ് ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ മെട്രീസസ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ 2 റോയും 2 കോളവും ഉള്ള മെട്രിസസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. നോക്കൂ, ഇതിൽ നിന്ന് 2 റോയും 2 കോളവും വരുന്ന 1 2 3 6 ഒരു മെട്രിക്സ് ആണ്. 1 2 3 6. നോക്കൂ, 1 2 3 6. മറ്റൊരു മെട്രിക്സ് ആണ് എന്താണ്? 3 6 2 4. 3 6 2 4 എന്ന മറ്റൊരു മെട്രിക്സ് വന്നു. 3 6 2 4. ഓക്കെ, മറ്റൊന്നാണ് 2 3 6 9. 2 3 6 9. അതുപോലെ മറ്റൊന്ന് 6 9 4 6. 6 9 4 6. ഓക്കെ, ഇങ്ങനെ 4 സെക്കൻഡ് ഓർഡർ മെട്രീസസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഈ സെക്കൻഡ് ഓർഡർ മെട്രീസസ് ഡെവലപ്പ് ചെയ്ത ശേഷം ഇതിൽ ഓരോന്നിൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇതിൽ ഓരോന്നിൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് വാല്യൂ 1 2 3 4. 4ൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അതും 0 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയതുകൊണ്ട് ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഈ ഓർഡർ ആയിട്ടുള്ള 2 അല്ല. ഡിറ്റർമിനൻ്റ് വാല്യൂ ഈസ് റാങ്ക് ഓഫ് മെട്രിക്സ് ഈസ് നോട്ട് 2. ഓക്കെ, പിന്നെ 2 അല്ലെങ്കിൽ തൊട്ട് താഴത്തെ റാങ്കായ 1 ആണ് വരിക. റാങ്ക് ഓഫ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയ നിങ്ങൾക്ക്? ഇതാണ് സ്ക്വയർ മെട്രിക്സുമായി ബന്ധപ്പെട്ട് സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി ഇവിടെ ഏതെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ ഈ സെക്കൻഡ് ഓർഡർ മെട്രിസസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 അല്ലാത്തൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ 0 അല്ലാത്തൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ മെട്രിസസിൻ്റെ ഒക്കെ ഓർഡർ എന്താണ്? 2 അല്ലേ? അപ്പോൾ അതിൻ്റെ ആ 0 അല്ലാത്തൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എന്താണോ സെക്കൻഡ് ഓർഡർ മെട്രിസസ് ആണ് ഇതെല്ലാം. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ 2 ആവാതെയായ എന്തുകൊണ്ടാണ്? നോട്ട് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാ സെക്കൻഡ് ഓർഡർ മെട്രിസസിൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയി. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴത്തെ റാങ്കായ ഈ 0 അല്ലാതെ മറ്റേതെങ്കിലും വാല്യൂ ആണെങ്കിൽ റാങ്ക് 2 ആണ് വരിക. ഓക്കെ, എല്ലാം 0 ആയതുകൊണ്ട് 2ൻ്റെ തൊട്ട് താഴെയുള്ള റാങ്കായ 1 ആണ് ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ 2 അല്ലെങ്കിൽ 1 ആണ്. ഏറ്റവും ലോവസ്റ്റ് മിനിമം റാങ്ക് എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ? ഇനി നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് റാങ്ക് ഓഫ് എ റെക്റ്റാങ്കുലർ മെട്രിക്സ് ഒന്ന് നോക്കാം. എന്താ ഇപ്പം ചെയ്ത അതേപോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡെവലപ്പ് ഓൾ ദി പോസിബിൾ സ്ക്വയർ മെട്രീസസ് ഓഫ് ദി ഓർഡർ ഈക്വൽ ടു റോ നമ്പർ ഓർ കോളം നമ്പർ വിച്ച് എവർ ഈസ് ലെസ്. എന്താ ചെയ്യേണ്ടത്? റെക്റ്റാങ്കുലർ മെട്രിക്സിൻ്റെ റാങ്കാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ നമ്പറും കോളം നമ്പറും ഈക്വൽ അല്ല, രണ്ടും വ്യത്യസ്തമാണ്. അങ്ങനെയാണ് എങ്കിൽ റോ നമ്പറും കോളം നമ്പറിലും ഏതാണോ കുറവ്, ആ കുറവുള്ള ഓർഡറിലുള്ള സാധ്യമായ എല്ലാ സ്ക്വയർ മെട്രീസസും ഡെവലപ്പ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഉദാഹരണമായി
ഒരു തന്നിട്ടുള്ള റെക്ടാങ്കുലർ മെട്രിക്സിൽ 5 റോയും 4 കോളവുമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. 5 റോയും 4 കോളവുമാണുള്ളത്. ഇതിൽ കോളത്തിന്റെ എണ്ണം റോയുടെ 5 റോയും 4 കോളവും. 5 റോ 4 കോളം. ഏതാണ് കുറവ്? 4. കോളം നമ്പർ ആയിട്ടുള്ള 4 ആണ് കുറവ്. അപ്പൊ 4 ഓർഡർ വരുന്ന രീതിയിൽ, അതായത് 4 റോയും 4 കോളവും വരുന്ന എല്ലാ മെട്രിക്സസും ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമുക്ക് സ്ക്വയർ മെട്രിസസ് 4 4th ഓർഡർ സ്ക്വയർ മെട്രിസസ് കിട്ടി. അങ്ങനെ ഫൈൻഡ് ദി ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് ഓൾ ദീസ് മെട്രിസസ്. ആ സ്ക്വയർ മെട്രിസസിന്റെ എല്ലാറ്റിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ നോൺ സീറോ വാല്യൂ ആണെങ്കിൽ റാങ്ക് ഓഫ് ദി മെട്രിക്സ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദി സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, ആ 4 വരുന്ന 4 4th ഓർഡർ സ്ക്വയർ മെട്രിസസ് എല്ലാം ഡെവലപ്പ് ചെയ്തു. എല്ലാറ്റിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ലാത്ത ഒരു നോൺ സീറോ വാല്യൂ വരികയാണ് എങ്കിൽ നമുക്ക് പറയാം ആ മെട്രിക്സിന്റെ റാങ്ക് 4 ആണ് എന്ന് പറയാം. ഇനി 4 അല്ലാതെ 3ഓ 2ഓ 1ഓ ഒക്കെ ആവാൻ. അപ്പൊ അതെപ്പോഴാണ്? ഈ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ എല്ലാറ്റിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ 0 വന്നെന്ന് വിചാരിക്കുക. 0 ആണെങ്കിൽ റാങ്ക് 4 അല്ല. എന്ത് ചെയ്യണം? ആ 4th ഓർഡർ മെട്രിസസിൽ നിന്ന് നമ്മൾ തൊട്ടടുത്ത നെക്സ്റ്റ് ലോവർ ഓർഡർ മെട്രിസസ് ആയ 3rd ഓർഡർ മെട്രിസസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ആ മെട്രിക്സിൽ നിന്ന് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സിൽ നിന്ന് 3rd ഓർഡർ മെട്രിസസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ 3rd ഓർഡർ മെട്രിസസിന്റെ എല്ലാറ്റിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒന്നിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോൺ സീറോ വാല്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിന്റെ റാങ്ക് 3 ആണ്. ഓക്കെ, ഇനി എല്ലാറ്റിൻ്റെയും 3rd ഓർഡർ മെട്രിക്സിന്റെ എല്ലാറ്റിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയെന്ന് വിചാരിക്കുക. 0 ആയി കഴിഞ്ഞാൽ അതിനർത്ഥം റാങ്ക് 3 അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സിൽ നിന്ന് വീണ്ടും തൊട്ട 2nd ഓർഡർ മെട്രിസസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. 2nd ഓർഡർ മെട്രിസസ് ഡെവലപ്പ് ചെയ്ത ശേഷം അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ലാത്തൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ റാങ്ക് 2 ആണ് എന്ന് പറയാം. ഇനി എല്ലാറ്റിൻ്റെയും എല്ലാ 2nd ഓർഡർ മെട്രിസസിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റാങ്ക് 2 അല്ല, പിന്നെന്താ തൊട്ടടുത്തത് 1 ആണ്, മിനിമം റാങ്ക് ആണ് എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ദിസ് ഈസ് ദി പ്രൊസീജിയർ. നമുക്ക് ഈ റെക്ടാങ്കുലർ മെട്രിസസിൻ്റെ റാങ്ക് കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം നമുക്കത് ക്ലിയർ ആവും. ഫൈൻഡ് ദി റാങ്ക് ഓഫ് ദി മെട്രിക്സ് 1 2 0 5 3 1 2 2 2 4 0 10. ഓക്കെ, ഇതൊരു നോൺ സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ നോക്കൂ. 1 2 3 3 റോയാണ്. 1 2 3 4 4 കോളമാണ്. ഇതെന്താണ്? റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. ഇങ്ങനെ റെക്ടാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ റോ നമ്പർ കോളം നമ്പർ വിച്ചെവർ ഈസ് ലെസ് എന്ന റൂൾ ഉപയോഗിച്ച്, വിച്ചെവർ ഈസ് ലെസ് എന്ന് പറയുമ്പോൾ റോ നമ്പർ 3 ആണ്, കോളം നമ്പർ 4 ആണ്. അപ്പോൾ കുറവ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3rd ഓർഡർ മെട്രിക്സ് നമ്മൾ 3rd ഓർഡർ സ്ക്വയർ മെട്രിസസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ഇതിൽ നിന്ന്. ഇപ്പോൾ 3rd ഓർഡർ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോയും 3 കോളവും വരുന്ന മെട്രിസസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. ഒരു മെട്രിക്സ് നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം. 1 2 0 3 1 2 2 4 0. അതൊരു മെട്രിക്സ് ആണ്. ഓക്കെ, മറ്റൊരു മെട്രിക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ ഒന്നാമത്തെ കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 2 0 5 1 2 2 4 0 10 എന്നിങ്ങനെ 2 സ്ക്വയർ മെട്രിസസ് നമ്മൾ ജനറേറ്റ് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആയി. 2 സ്ക്വയർ മെട്രിക്സ്. ഈ 2 സ്ക്വയർ മെട്രിക്സിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യത്തതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഡിറ്റർമിനന്റ് 1 2 0 3 1 2 2 4 0 കണ്ടുപിടിച്ചപ്പോൾ 0 കിട്ടി. ഓക്കെ, രണ്ടാമത്തതിൻ്റെ നോക്കൂ. രണ്ടാമത്തതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 തന്നെ. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോൺ സീറോ വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഈ മെട്രിക്സിൻ്റെ റാങ്ക് 3 ആണെന്ന് പറയാമായിരുന്നു. ഇവിടെ രണ്ടും 0 ആയി.
അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത റെഡ്യൂസ്ഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലോവർ ഓർഡർ സ്ക്വയർ മെട്രിക്സസ് ഡെവലപ്പ് ചെയ്യണം ഇതിൽ നിന്ന്. ഓക്കെ, സെക്കൻഡ് ഓർഡർ മെട്രിക്സസ് ഡെവലപ്പ് ചെയ്തു. സെക്കൻഡ് ഓർഡർ മെട്രിക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 റോയും 2 കോളവും. 1 2 3 1 ഒരു സ്ക്വയർ മെട്രിക്സ്, സെക്കൻഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ്. 1 2 3 1 എന്നുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് നോക്കൂ. 1 2 3 1. ഓക്കെ, അതുപോലെ മറ്റ് സ്ക്വയർ മെട്രിക്സസ് ഏതൊക്കെയാണ് വരിക? 1 2 3 1. അതുപോലെ 3 1 2 4 എന്നൊരു മെട്രിക്സ്. 1 3 1 2 4. മറ്റൊന്ന് 2 0 1 2. ഓക്കെ, മറ്റൊന്ന് 1 2 4 0. ഓക്കെ, വേറെ ഒന്ന് 0 5 2 2. മറ്റൊന്ന് 2 2 0 10. ഓക്കെ, എന്നിങ്ങനെയുള്ള മെട്രിക്സസ് നമുക്ക് 6 സെക്കൻഡ് ഓർഡർ മെട്രിക്സസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഈ 6 സെക്കൻഡ് ഓർഡർ മെട്രിക്സസിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം തുടർന്ന്. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ 1 2 3 1 ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ -5 കിട്ടി. ഇങ്ങനെ -5 എന്ന് പറഞ്ഞാൽ നോൺ സീറോ വാല്യൂ ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള മെട്രിക്സസിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒന്നിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ആ ഓർഡർ മെട്രിക്സ് ഏതാണ്? ഇത് സെക്കൻഡ് ഓർഡർ മെട്രിക്സ്. അപ്പോൾ ആ ഓർഡറിന് തുല്യമായിരിക്കും റാങ്ക്. റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. ഇത് ഏതിൻ്റെ റാങ്കാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുക. ഓക്കെ, നമ്മളിവിടെ മെട്രിക്സ് എന്ന ഒരു ചാപ്റ്റർ നമ്മളിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, നമ്മുടെ 3rd സെമസ്റ്ററിൻ്റെ മോഡൽ എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മോഡൽ എക്സാമിനേഷൻ ഡിസംബർ 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും തുടങ്ങുക. നാളെ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.